മലപ്പുറം നഗരസഭ കോട്ടപ്പടിയിൽ വെച്ച് വികസന സെമിനാർ സംഘടിപ്പിച്ചു. പി ഉബൈദുള്ള MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നഗരത്തിന്റെ സമ്പൂർണ്ണ വികസനമാണ് സെമിനാറിലൂടെ ഉണ്ടാവേണ്ടതെന്ന് പി ഉബൈദുള്ള MLA പറഞ്ഞു. മലപ്പുറം നഗരസഭയിൽ എന്ത് നടത്തണം തീരുമാനിച്ചിരുന്നത് നമ്മളായിരുന്നില്ല. തിരുവനന്തപുരത്തും ഡൽഹിയിലൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് ഓരോ പ്രദേശങ്ങളിലും എന്ത് വികസന പദ്ധതികൾ നടത്തേണ്ടത് തീരുമാനിച്ചത്. പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനം വന്നതോടുകൂടി മുനിസിപ്പാലിറ്റികളിൽ വാർഡ് സഭകൾ ചേർന്ന് ജനങ്ങളിൽ നിന്ന് വികസന നിർദ്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനുശേഷം മുനിസിപ്പൽ ഭരണസമിതി യോഗം ചേർന്ന് അതിന് ഇടയ്ക്ക് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്ന് ഇതുപോലെ വികസന സെമിനാർ നടത്തി അങ്ങനെ വിശദമായ ചർച്ച നടത്തിയിട്ടാണ് വികേന്ദ്രീകൃത ആസൂത്രണ പ്രവർത്തനത്തിന് നമ്മൾ നേതൃത്വം കൊടുത്തു. നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് വി റിനിഷ അധ്യക്ഷയായി. സ്ത്രീകളുടെ ഉന്നമനത്തിന് പ്രത്യേക പരിഗണന പുതിയ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് നഗരസഭാധ്യക്ഷ പറഞ്ഞു. ഉപാധ്യക്ഷൻ ജിതേഷ് ജി അനിൽ, സ്ഥിരം സമിതി അധ്യക്ഷരായ പരി അബ്ദുൽ ഹമീദ്, ഹാരിസാമിയാൻ, മറിയുമ ഷെരീഫ്, പ്രതിപക്ഷ നേതാവ് MK അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ.